യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ സർവകലാശാലയിൽ സംഘർഷം. SFI UDSF സംഘർഷം. കാസർഗോഡ് MIC കോളേജിലെ UUC സഫ്വാനെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്നാരോപിച്ചാണ് തർക്കമുണ്ടായത്. കോടതി ഉത്തരവുണ്ടായിട്ടും പോലീസ് സംരക്ഷണം നൽകിയില്ലെന്ന് UDSF ആരോപിക്കുന്നു. സുനിൽ കൊണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സുനിൽ, സംഘർഷം കഴിഞ്ഞില്ലേ? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ബന്ധപ്പെട്ട് ഇവിടെ സർവകലാശാല പരിസരത്ത് വലിയ തോതിലുള്ള പ്രതിഷേധമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. രാവിലെ MSFന്റെ ഒരു UEC തട്ടിക്കൊണ്ടുപോയി, സഫ്വാനെ തട്ടിക്കൊണ്ടുപോയി എന്ന് ആരോപിച്ചായിരുന്നു ഇവിടെ സംഘർഷത്തിന് ആദ്യം തുടക്കമിട്ടത്. ഇപ്പോൾ പക്ഷേ മറ്റൊരു വിഷയത്തെ ചൊല്ലിയാണ് തർക്കം നടക്കുന്നത്. അതായത് ഇവരുടെ SFIയുടെ ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ എന്ന സ്ഥാനാർത്ഥി ഈ ഇവിടെ ഒരു MSF UECയുടെ കയ്യിൽ നിന്ന് ബാലറ്റ് പേപ്പർ തട്ടിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. അവരെ പോലീസ് പിടികൂടിയതിന് പിന്നാലെ SFI പ്രവർത്തകർ ഇതിനകത്തേക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹാളിന് സമീപത്തേക്ക് വരികയും വലിയ തോതിൽ പോലീസുമായി സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തു. അതായത് അതിശയെ വിട്ടയക്കണം എന്നൊരാവശ്യമായിരുന്നു SFI പ്രവർത്തകർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ടൗൺ SI ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ ഈ പക്ഷെ അവളെ പെൺകുട്ടി പോലീസ് തയ്യാറായില്ല. പിന്നാലെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. ഈ സംഘർഷത്തിനൊടുവിൽ സംഘർഷത്തിനിടയിൽ ഈ അതിശയെ, അതായത് ഈ ബാലറ്റിക്കൊണ്ടുപോയി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവരിവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ആ പെൺകുട്ടിയെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സംഘർഷത്തിനിടയിൽ 2 വനിതാ പോലീസുകാർക്ക് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുകയുണ്ട്. ഒരൊറ്റ മിനിറ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ്. കഴിഞ്ഞൊരു പേപ്പർ തട്ടിപ്പറിച്ചിട്ട് ഓടിയെന്ന് പോലീസ് പറയുന്നു. അത് പോലീസുകാർ തടഞ്ഞു വെച്ചു. അത് SFI പ്രവർത്തകൻ അതുമായി പുറത്തേക്ക് ഓടിയെന്നാണ് പോലീസ് പറയുന്നത്. എന്താ തെളിവ്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഇവരോടൊക്കെ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ തെളിവ്? ഒരു പെൺകുട്ടിയുടെ പേരിൽ MSF അക്യൂസ് ചെയ്ത ഉടനെ എന്തൊക്കെ നടപടി സഞ്ജയ് അങ്ങനെയല്ല സഞ്ജയ്. അതായത് ആ കുട്ടി പോലീസ് പിടികൂടുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ വരുന്ന സമയത്ത് പെൺകുട്ടീനെ അങ്ങനെയൊന്നുമല്ല. അതെ, ഞങ്ങൾ വരുന്ന സമയത്ത് പെൺകുട്ടീനെ 3 പോലീസ് MSF പറഞ്ഞതിന് ശേഷം പിടിച്ചു വെക്കാണ്. അപ്പൊ ഇപ്പൊ നാളെ ഞങ്ങൾക്കെതിരെ പറയുന്നു ഇവർ പിടിച്ചു വെക്കോ? ഇപ്പൊ നേരത്തെ തൊട്ട് ഈ പറഞ്ഞ ടൗൺ SI ഇതേ സമാനമായ ക്രമത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ SFI ഭാരവാഹികളെ നീ പോടാ, നീ ആരടാ, നീ എന്താ ചെയ്യാ? നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാണ്, വിദ്യാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യാണ്. ആ പ്രൊവോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ പ്രശ്നത്തിന്റെ മുകളിൽ അത് ഉപയോഗിക്കുകയാണ്. അത് ആരാ ഉപയോഗിക്കുന്നത്? അത് MSFന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതെ, എന്താ സംശയം? ഇത് രാവിലെ തൊട്ട് എന്നോട് ജോയിൻ ചോദിച്ചില്ലേ? പിന്നെ തട്ടിക്കോയ ചില പ്രശ്നം എന്താ? കുട്ടിയുടെ പേരെന്താ? കോളേജ് എന്താ? അവർ വോട്ട് ചെയ്ത എന്താ? ഒരു ബന്ധപ്പെട്ട അതിന്റെ പ്രോഗ്രഷൻ എന്താ? സംഭവം ഇല്ല. കുട്ടിയുടെ പേര് പറഞ്ഞു, പിന്നെ ആൺകുട്ടിയായി. ഇപ്പൊ അതിനെ കുറിച്ച് അഡ്രസ് ഇല്ല. സമാനമായിരിക്കും ഇതും. പക്ഷെ ആ പെൺകുട്ടിയെ മോചിപ്പിച്ചു കൊണ്ടുപോയെന്നാണ് പോലീസ് പറയുന്നത്. ഏത് പെൺകുട്ടിയെ മോചിപ്പിച്ചുകൊണ്ടുപോയി? അവിടെ പിടിച്ചു വെച്ചിരുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തെളിവുണ്ട്? ആ കുട്ടി വേറെ എവിടെയും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ആ കുട്ടി ഈ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയാ. എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഇതിനൊരു ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ. അത് കേവലപരമായി രാത്രി ഇപ്പൊ നിങ്ങളെല്ലാവരും ലൈവായിട്ട് അത് കണ്ടു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന പോലെ മാൻ ഹാൻഡിൽ ചെയ്യുന്നത് കാണുകയാണ്. അപ്പൊ എല്ലാവരും എന്താ കരുതുക? ആ കുട്ടി ഒരു കുറ്റക്കാരിയാണ്, കൊടും കുറ്റവാളിയാണ്. അത് 5-6 പോലീസുകാർ. ഈ പ്രതീതി എന്തിനാ ഉണ്ടാക്കുന്നത്? ആ കുട്ടി ഇവിടെ, അതെ, പോലീസാണ് അത് ഉണ്ടാക്കിയത്. അതും ആരുടെ ആവശ്യപ്രകാരം? MSF അക്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യണം. MSF എന്തേ ചോദിച്ചിട്ടുള്ളൂ? പ്രൊട്ടക്ഷനെ ചോദിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചേരണമെന്നൊന്നും കേരള പോലീസിനോട് പറഞ്ഞില്ല. ഞങ്ങൾ കാലിക്കറ്റിലെ ഇത് പറഞ്ഞതാ. അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം? മുഴുവൻ അതിന്റെ മുമ്പിൽ 10-50 ആൾക്കാരുണ്ട്. ഈ കാണുന്ന മൊത്തം ഈ ചുറ്റുപാട്ടത്തുള്ള എല്ലാ മധ്യവയസ്കരായിട്ടുള്ള ലീഗിന്റെ നേതാക്കന്മാർ, ജമാഅത്ത് ഇസ്ലാമി, SDPI എല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്ക് പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുക. കടലാസുമായി ഓടിപ്പോകുന്ന ഒരു വിദ്യാർത്ഥിനി, അതായത് സ്ഥാനാർത്ഥിയാണ്, പിന്നീടാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പിടിച്ചു വെച്ചതെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഇത് ഈ പറയുന്ന അടിസ്ഥാനം എന്താണ്? അതിനെന്താണ് തെളിവ്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, എന്താണ് തെളിവ്? ആ തെളിവിന് അടിസ്ഥാനം MSFന്റെ മിയർ അക്യൂസേഷൻ ആണ്. ആ അക്യൂസേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോലീസ്? MSFന്റെ ആരോപണത്തിലാണ് പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർ പിടിച്ചു അല്ല, അത് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ദീപ്തി SI എന്തിനാണ് ഇത്ര പ്രൊവോക്കിംഗ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യം എന്താ? പോടാന്നൊക്കെ വിളിക്കേണ്ട കാര്യം എന്താ? വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെ
പോടെ നീ ചെയ്യുന്ന പോലെ ചെയ്, ഇങ്ങനെ ആക്ഷേപിക്കുക, പ്രശ്നം രൂക്ഷമാക്കുക. നിങ്ങൾ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചില്ലേ? ഞാൻ ഇവിടുത്തെ കൺസേൺ ആയിട്ടുള്ളത് ടൗൺ SHO ആണ്. ടൗൺ SHOനോട് കുറെ നേരമായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലനല്ലേ, അവരിവിടെ കാണുന്നില്ല, ക്രമസമാധാന പാലനല്ലേ, ആ ക്രമസമാധാന പാലനം നടത്തണ്ടേ? ഞങ്ങൾ സാധാരണ പോലീസിനെ വിളിച്ചുകൊണ്ടിട്ടൊന്നല്ല കണ്ണൂർ സർവകലാശാലയിൽ ഇലക്ഷൻ നടത്താറ്. ഞങ്ങൾ ഇവിടെ 25 വർഷമായി ഇലക്ഷൻ നടത്തുന്നു, ഇലക്ഷൻ നടന്നു വരുന്നു, വിജയിച്ചു വരുന്നു. തീർച്ചയായും അതെ. ഞാൻ നിങ്ങളോട് 2 ചോദ്യവും അങ്ങോട്ട് വെക്കുകയാണ്. എവിടെ തട്ടിക്കൊണ്ടുപോയ UC? ആ UCന്റെ ഡീറ്റെയിൽസ് എവിടെ? ആ UC എവിടുന്നാണ്? എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ അവരുടെ അഭിപ്രായം? തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പോലീസിനെ അവരെ തടഞ്ഞു വെച്ച് പരിശോധിക്കേണ്ട ആവശ്യകത ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് അത് അക്യൂസേഷന്റെ മുകളിലാണ്. MSFന്റെ അക്യൂസേഷന്റെ മുകളിൽ അങ്ങനെ തടഞ്ഞു വെച്ച് പരിശോധിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചോദിക്കാലോ. അവരിവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെന്തൊക്കെയുണ്ട് ചോദിക്കാം. അവർക്ക് അത് ഈ പോലീസിന്റെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അവരിപ്പോ പലതും പറയും. പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ വേറെ ഒന്നാക്കി കൊല്ലുന്ന രീതിയും ചിലരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയല്ല, ചിലർ അങ്ങനെയുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു SI ഇവിടെയുണ്ട്. LDFന്റെ പോലീസിന്റെ ഉള്ളിലും മറ്റാരൊക്കെ ഉണ്ട് LDFിൽ ഉൾപ്പെടുന്ന പ്രത്യേകിച്ച് CPMലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ കമന്റ് ചെയ്യുന്നില്ല. അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ആ MSF ആണ് ഇവിടെ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ അല്ല, പൂർണ്ണമായും അതെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പെൺകുട്ടിയെ ഇവർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ചെയ്യാനായിരുന്നു ഉദ്ദേശമെങ്കിൽ ആ ചോദ്യം ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ട്. ആ കുട്ടി ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി ഇവിടെ തന്നെയുണ്ട്, ഇപ്പോഴും ഈ ക്യാമ്പസിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് MSFന് അങ്ങനെ ഒരു അക്യൂസേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് അവർക്ക് തെളിവോടുകൂടി അത് പറയാമായിരുന്നു. അവർക്ക് എന്ത് ചെയ്യാം? റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള DSSനെ അറിയിക്കാം. അത് ഏറ്റവും വലിയ പ്രശ്നം അതാണ് അവർ ചെയ്യേണ്ടത്. അതോടുകൂടി ആ കാൻഡിഡേച്ചർ എന്താവും? റദ്ദാക്കപ്പെടും. ഇത് ചെയ്യേണ്ടതിന് പകരം പോലീസ് നേരിട്ട് ആക്ഷൻ നടത്തി നിങ്ങളെ മൊത്തം വിളിച്ച്, നിങ്ങളെ കണ്ടില്ലേ, ആ ഒരു മരച്ചോട്ടിൽ ആ കുട്ടിയെ നിർത്തി ഒരു കുറ്റവാളിയെ പോലെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത്? അപ്പോൾ ഈ നിലയിലാണ് നേരത്തെ പറഞ്ഞ 2 അക്യൂസേഷൻ. എന്താ സംശയം? ഞങ്ങൾക്കൊരു ഇതുമില്ല. പക്ഷെ നിങ്ങൾ ആ പരാതി ഫോളോ ചെയ്യോ എന്നാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്. ആ പരാതി നിങ്ങൾ ഫോളോ ചെയ്യോ? ആ കാണിച്ചത് തെറ്റാണെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഒരു തെളിവുമില്ലാത്തൊരു കാര്യം ഞങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തിരിച്ച് നറേറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മാന്യമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ MSF പഠിക്കണം. മാന്യമായി തെരഞ്ഞെടുപ്പ് നേരിടണം. തീർച്ചയായും അതെ. എന്താ സംശയം? ഞങ്ങൾ ഈ സമയം വരെ ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഒരു ആക്രമണം നടത്തിയോ? രാവിലെ തൊട്ട് ഇവർ അക്യൂസേഷൻ നടത്തുന്നതല്ലാതെ ഒരു തെളിവും നടത്തിയില്ല, ഒരു തെളിവും നടത്തിയിട്ടില്ല. ഒരു ഘട്ടത്തിലും ഈ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയില്ല. അപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം MSFന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അത് തിരിച്ചറിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അവർ തമ്മിൽ പ്രശ്നമല്ലേ? അവർ തമ്മിലുള്ള പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് കൂടി അത്തരമൊരു ആരോപണമാണ്. അതായത് ഈ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ് ഇപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി. ഒരു പെൺകുട്ടിയെ അകാരണമായി കസ്റ്റഡിയിലെടുക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ഏതെങ്കിലും തെളിവില്ല. അത് MSF ഉന്നയിച്ചിട്ടുള്ള വെറും ഒരു കേവലമായ ആരോപണത്തിന്റെ പേരിലാണ് ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിലെടുക്കുകയും വിചാരണയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത് എന്ന ആരോപണമാണ് ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നത്. നമുക്ക് എന്തായാലും MSFകാരുടെ റിയാക്ഷൻ കൂടി ഇക്കാര്യത്തിൽ കേൾക്കാനുള്ളിലാണ് ഇവിടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്, വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വോട്ടെടുപ്പിനിടയിലാണ് ഇപ്പോൾ ഇതാ നോക്കൂ, UECമാരെ ക്യൂ നിന്ന് ഇവിടെ നിന്ന് ഇതിനുള്ളിലേക്ക് കയറി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടെ വോട്ട് ചെയ്യാനായി കാത്തു നിന്നിരുന്ന ഒരു MSFന്റെ UECയുടെ കയ്യിൽ നിന്ന് ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന SFIയുടെ അദിഷ K എന്ന് പറയുന്ന പെൺകുട്ടി ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ച് ഓടി രക്ഷപ്പെട്ടു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ MSF പ്രവർത്തകർ KSU പ്രവർത്തകരും ചേർന്ന് ആ കുട്ടിയെ പിടികൂടുന്നു. പിന്നീട് പോലീസിന് കൈമാറുന്നു. എന്തായാലും പോലീസിന് കൈമാറിയെങ്കിൽ കൂടിയും പിന്നീട് പോലീസിന് സ്ഥലത്തെത്തിയ SFI പ്രവർത്തകർ ആ കുട്ടീനെ ബലമായി ഇവിടെ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും KSUവിന്റെ MSFന്റെ നേതാക്കളുണ്ട്. അവർ പറയുന്നത് വെറും ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിയെ പരസ്യ വിചാരണ ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് SFIയുടെ ആക്ഷേപം. എന്താ നിങ്ങൾക്ക് എന്ത് തെളിവാണുള്ളത്? ഇതിൽ ഇവിടെ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന കുട്ടികൾ, പോലീസുകാർ മുഴുവൻ ആളുകളുടെ മുമ്പിൽ നിന്നാണ് ഇഷ്യൂ ഉണ്ടാകുന്നത്. പോലീസാണ് ഈ പ്രതിയെ പിടിക്കുന്നത്. ഇതാ നിങ്ങൾ നോക്കി, ഈ കാണുന്ന SFIയുടെ സ്ഥാനാർത്ഥിയായ അദിഷയാണ്
ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ID കാർഡും അതുപോലെ അവരുടെ ബാലറ്റും പിടിച്ച് ഓടിയത്. ഇത്ര രാഷ്ട്രീയത്തിൽ ഇത്രമേൽ മലീമസമായ ഒരു അവസ്ഥയിലേക്ക് SFI മാറുന്ന സാഹചര്യം അത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇവരുടെ അപ്രമാദിത്വം ഉണ്ട് എന്ന് പറയുന്ന മണ്ണിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് SFIയുടെ സ്ഥാനാർത്ഥി എത്തണമെങ്കിൽ അവരുടെ ദുരവസ്ഥ എന്താണ്? ഞങ്ങൾ പറയുന്നത് ഒരു ജനാധിപത്യപരമായ ഇലക്ഷൻ നടന്നാൽ ഞങ്ങൾ ജയിക്കുമെന്ന ബോധ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കറിയുന്ന എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ജനാധിപത്യപരമായ പോരാട്ടം നേതൃത്വം കൊടുത്തിരുന്നു. എന്നാൽ അതിനൊക്കെ തൃണവൽക്കരിക്കാനും അട്ടിമറിക്കാനുമുള്ള ശ്രമം അത് നേതൃത്വം കൊടുക്കുന്നത് ജോയിന്റ് സെക്രട്ടറി മത്സരിക്കുന്ന നേതാക്കന്മാർ. ഈ അവസ്ഥ എങ്ങനെയാണ് ഒരു ഗവൺമെന്റിന്റെ സപ്പോർട്ടോട് കൂടി? പക്ഷേ പെൺകുട്ടിയെ പോലീസ് മോചിപ്പിച്ചു കൊണ്ടുപോയി, തെളിവൊന്നുമില്ല. ഒരു പാസ് പോലും ഇല്ലാതെ ഇവിടുത്തെ ആളുകളെടുത്ത് കടന്നു വരികയാണ്. വന്നിട്ട് ഇത് തട്ടിപ്പറിച്ച് കൊണ്ടുവന്ന് പോലീസ് നോക്കി നിൽക്കുന്നത് നമ്മൾ ഇവിടുന്ന് കാണല്ലേ? നമ്മൾ KSU UDSF MSFന്റെ പോലീസ് നോക്കി നിൽക്കുന്നത് നമ്മൾ ഇവിടുന്ന് കാണല്ലേ? നമ്മൾ KSU UDSF MSFന്റെ ആളുകൾ മാത്രം പോലീസ് ബലം പ്രയോഗിച്ച് മാറ്റുക, അവർക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും അവർ ചെയ്തു കൊടുക്കുക. ഇത് നമ്മൾ നേരിട്ട് പച്ചയെ കണ്ണുകൊണ്ട് കാണുകയല്ലേ? ഇത് എന്ത് ജനാധിപത്യ വിരുദ്ധതയാണ്? ഇവർക്ക് തോക്കുന്നു എന്നുള്ള മണമടിക്കുമ്പോൾ ഈ നിലയിൽ അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ നേതൃത്വം കൊടുക്കുക. എന്ത് തോന്നിവാസമാണിത്? ഇത് ജനാധിപത്യ ഒരു സംസ്കാരമുള്ള രാജ്യമല്ലേ? തട്ടിപ്പറിച്ചുകൊണ്ട് പോയി തെളിവുണ്ടോ എന്നാണ് SFIയുടെ ചോദ്യം. അതിനകത്ത് കൃത്യമായി കണ്ടുകൊണ്ടിരിക്കലേ ആളുകള്, പോലീസ് അടക്കം കാണുകയല്ലേ? അതിനകത്ത് ദൃശ്യങ്ങൾ കൃത്യമായ ഓപ്പറേഷൻ ആസൂത്രിതമായി കൊണ്ടുവരുന്നതാണ്. നേർസാക്ഷി ഇതിവിടെ അഡ്വക്കേറ്റ് യൂനുസാണ്, നേർസാക്ഷിയാണ്. ഇത് ഒരുപാട് ആളുകളുണ്ട്. ഇതിലിവിടെ എത്തിയ ഈ കാൻഡിഡേറ്റ് തൻ്റെ കയ്യിലുള്ള ബാലറ്റും അതുപോലെ ID ഒരു കാറിലേക്ക് കൈമാറുന്നത്, ആ കാർ ഇവിടെ നിന്ന് കടന്നു പോകുന്നത്, അതിന്റെ ദൃശ്യങ്ങളെല്ലാം എല്ലാ മീഡിയക്കും ഞങ്ങൾ ലഭ്യം.